Hi students, good morning. Welcome to a dream classroom. Today we are discussing third unit, John Donne Life and Work. John Donne's life and work നെ പറ്റിയാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ജോൺ ഡൺസ് ടൈം എന്ന് പറഞ്ഞത് എന്താണ്? മിഡിൽ ഓഫ് 16th century to first quarter of 17th century അല്ലേ? ജോൺ ഡണ്ണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? 16th സെഞ്ചുറിയുടെ മിഡിൽ മുതൽ 17th സെഞ്ചുറിയുടെ കാൽഭാഗം വരെയാണ് എന്ത് ജോൺ ഡണ്ണിൻ്റെ സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്ഹീവൽ ഇൻ സൊസൈറ്റി ആൻഡ് ഐഡിയോളജി ആൻഡ് പൊളിറ്റിക്സ് എന്താണ്? ആ ഒരു സൊസൈറ്റിയിലും ഐഡിയോളജിയിലും പൊളിറ്റിക്സിലും ഒക്കെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് അപ്ഹീവൽസ് കാണാം അല്ലേ. എന്താ നെക്സ്റ്റ് 17th സെഞ്ചുറി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. 17th സെഞ്ചുറിയിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഈ 17th സെഞ്ചുറി എന്ന് പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് എറ അല്ലേ. എറ എന്ന് പറഞ്ഞാൽ കാലഘട്ടം കേട്ടോ. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് എറ, അതായത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഏത് 17th സെഞ്ചുറി എന്ന് പറഞ്ഞത്. സോഷ്യൽ, പൊളിറ്റിക്കൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ 17th സെഞ്ചുറി അല്ലേ. അപ്പം എന്താണ്? കോംപ്ലെക്സ് എറയാണ്. അതിലെന്താണ്? സോഷ്യലായിട്ടും സാമൂഹികപരമായിട്ടും പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയപരമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് കൾച്ചറൽ ആയിട്ടുള്ള ഒക്കെ ചേഞ്ചസുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഏത് 17th സെഞ്ചുറി അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 17th സെഞ്ചുറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? റിഫോർമേഷൻ അല്ലേ. റിഫോർമേഷൻ ആണ് 17th സെഞ്ചുറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് എന്ന് പറയുന്നത്. ദ റോയൽ ഡിസിഷൻ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് അല്ലേ. ഈ റോയലിലുള്ള, അതായത് ഈ രാജാവിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഡിസിഷൻസ് എന്താണ്? നമ്മുടെ ഇഷ്യൂസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലേ. ദ റോയൽ ഡിസിഷൻ കോംപ്ലിക്കേറ്റഡ് ദ ഇഷ്യൂസ്. English king launched a campaign through this to reform and rework the nation's relation with Roman Catholicism and പോപ്പ് ഓഫ് റോം അല്ലേ. ഈ ഒരു കാര്യം എന്താണ്? ആ ഒരു നേഷൻ്റെ റോമൻ കാത്തലിസിസം അതേപോലെ പോപ്പുമായിട്ടുള്ള ആ ഒരു റിലേഷൻ എന്താണ്? അതിൻ്റെ ആ ഒരു റീവർക്കും റീഫോർമേഷനും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസിഷൻ, അതായത് ഈ ഒരു റോയൽ ഡിസിഷനാണ് എന്താണ് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയത് അല്ലേ. എന്തൊക്കെയാണ്? ഹിഡൻ ബിഹൈൻഡ് ഇറ്റ് പേഴ്സണൽ, സക്സഷൻ ബേസ്ഡ്, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, ഈ തരത്തിലൊക്കെ ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ എന്താ റോയൽ ഡിസിഷന് കാരണമായി അല്ലേ. റിലീജിയൻ ഹാഡ് എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഗോഡ്. എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ ആ ഒരു 17th സെഞ്ചുറിയിൽ പറഞ്ഞത് എന്താണ്? റിലീജിയൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ടൈം ആയിരുന്നു അല്ലേ. മതത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം. അപ്പം എന്താണ്? ആ ഒരു മതം എന്ന് പറഞ്ഞത് എന്താണ്? മതത്തിലുള്ളവർക്ക് എന്താണ്? വിശ്വസിക്കുന്നവർക്ക് എന്താണ്? ഗോഡുമായിട്ട്, ദൈവവുമായിട്ട് എന്താണ്? ഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അല്ലേ. റിലീജിയൻ ഹാഡ് എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ഗോഡ്. റിലീജിയൻ എന്താണ്? ഗോഡുമായിട്ട്, ദൈവമായിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് അല്ലേ. ഇറ്റ് ഈസ് വാസ്റ്റ് ആൻഡ് കവേർഡ് ദ വൂൾ ഓഫ് യൂറോപ്പ്. എന്താണ് ഈ ഒരു റിഫോർമേഷൻ എന്നൊക്കെ പറയുന്നത്? ഈ കാര്യം എന്താണ്? നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ എന്താണ്? അത് വാസ്റ്റ് ആയിരുന്നു അല്ലേ. വളരെ വാസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീണ്ടു നിൽക്കുന്ന വ്യാപകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതെന്താണ്? ഇറ്റ് ഈസ് കവേർഡ് ദ വൂൾ ഓഫ് യൂറോപ്പ്. യൂറോപ്പ് മൊത്തം, മുഴുവൻ യൂറോപ്പിനെ അത് എന്താണ്? കവേർഡ് ചെയ്തിരുന്നു അല്ലേ. കവേർഡ് ദ റീച്ച് ഓഫ് റിലീജിയൻ. റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ വാസ്റ്റ് ആയിരുന്നു. അതേപോലെ എന്താണ്? അത് കവേർഡ്, ആ ഒരു മുഴുവൻ യൂറോപ്പിനെ കവേർഡ് ചെയ്തിരുന്നു എന്ത്? റിലീജിയൻ എന്ന് പറയുന്നത് അല്ലേ. റിഫോർമേഷൻ പ്രൊഡ്യൂസ് ചാലഞ്ചസ്. എന്താണ്? റിഫോർമേഷൻ എന്താണ്? ചാലഞ്ചസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു വരുന്നു അല്ലേ. റിഫോർമേഷൻ produce challenges that would lay the basis of humanist culture and literature. എന്താണ് അത്? ഇറ്റ് വുഡ് ലേ ദ ബേസിസ് ഓഫ് ഹ്യൂമനിസ്റ്റ് കൾച്ചറിനെയും അതേപോലെ ലിറ്ററേച്ചറിലൊക്കെ നിലകൊണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ എന്താണ്? റിഫോർമേഷൻ പ്രൊഡ്യൂസ് ചാലഞ്ചസ്. ഇറ്റ് ബിക്കം എ കോസ് ഓഫ് ഡീസ്റ്റെബിലൈസേഷൻ ആൻഡ് മിസറി അല്ലേ. എന്താണ്? ഇറ്റ് ബിക്കം ദ കോസ് ഓഫ് ഡീസ്റ്റെബിലൈസേഷൻ, മിസറിയുടെയും അതേപോലെ ഡീസ്റ്റെബിലൈസേഷൻ്റെ ഒക്കെ എന്താണ്? ഒരു കാരണമായിരുന്നു എന്ത്? ഈ ഒരു റിഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ബിക്കം എ കോസ് ഓഫ്
അതിനുള്ള ഡീസ്റ്റെബിലൈസേഷൻ, അതായത് ഈ അസ്ഥിരത്വത്തിൻ്റെയും അതേപോലെ മിസറി ദുഃഖത്തിൻ്റെയൊക്കെ ഒരു കാരണമായിരുന്നു എന്ത് റിഫോർമേഷൻ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡിൻ്റെ ഒക്കെ റീഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൻ്റെ first result. Another was a big vacuum in the mind and spirit of the people who struggled to form an altogether new equation with religion, morality and selfhood. അല്ലേ? എന്താണ്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, അതായത് ലാൻഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് റിസൾട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ റിഫോർമേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. റൊണാൾഡ് കാർട്ടർ ആൻഡ് ജോൺ മാക്രേ ഒബ്സർവ്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് റൊണാൾഡ് കാർട്ടറും ജോൺ മാക്രേയും. അവർ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണ്? ദ റിഫോർമേഷൻ ഗാവ് കൾച്ചറൽ, ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഇംപീറ്റസ് ടു ഇംഗ്ലീഷ് റിനസൻസ് റൈറ്റിംഗ്. എന്താണ് ഈ ഒരു റിഫോർമേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഗാവ് കൾച്ചറൽ, ഫിലോസഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഇംപീറ്റസ് ടു ഇംഗ്ലീഷ് റെനസൻസ് റൈറ്റിംഗ്. ഇംഗ്ലീഷ് റെനസൻസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നവോത്ഥാനത്തിൻ്റെ റൈറ്റിങ്ങിലേക്ക് എന്താണ് അവരൊരു കൾച്ചറലും ഫിലോസഫിക്കലും ഐഡിയോളജിക്കലും ആയിട്ടുള്ള ഒരു ഇംപീറ്റസ് കൊടുക്കാൻ സാധിച്ചു. ആർക്ക്? റിഫോർമേഷൻ അല്ലേ? റിഫോർമേഷൻ ഗാവ് cultural, philosophical and ideological impetus to English Renaissance writing. Renaissance gave to the monarch and the people at large self-assurance. എന്താണ് Renaissance എന്ന് പറഞ്ഞത്? എന്താണ്? Gave to the monarch and the people at large self-assurance. Renaissance എന്താണ്? ആ ഒരു ജനങ്ങൾക്കും അതേപോലെ മൊണാർക്ക്, അതായത് പരമാധികാരി അല്ലെങ്കിൽ രാജാവ് എന്നുള്ളതാണ് മൊണാർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്? റെനൈസൻസ് മൊണാർക്കിനും പീപ്പിളിനും എന്താണ് വലുതായിട്ട് വലിയ തരത്തിൽ തന്നെ ഒരു സെൽഫ് അഷ്യൂറൻസ് കൊടുത്തിരുന്നു അല്ലേ? റെനൈസൻസ് ഗാവ് ടു ദ മൊണാർക്ക് ആൻഡ് ദ പീപ്പിൾ അറ്റ് ലാർജ് സെൽഫ് അഷ്യൂറൻസ്. ഇൻക്രീസ് ഇൻ ഇക്കണോമിക് റിസോഴ്സസ്. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്? അതുകൊണ്ട് തന്നെ ആ റെനസൻസിന്റെ ഒക്കെ വരവോടുകൂടി എന്താണ്? ഇൻക്രീസ് ഇൻ ഇക്കണോമിക് റിസോഴ്സസ്, ഇക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള റിസോഴ്സുകളിലൊക്കെ എന്താണ് വളരെയധികം വളർച്ചയുണ്ടായി അല്ലേ? ഇംഗ്ലണ്ട് ബിക്കം എ കൺട്രി ഓഫ് ഇൻസ്പയർഡ് സിറ്റിസൺറി. എന്താണ് അപ്പോൾ ഈ എക്കണോമിക് ആയിട്ടുള്ള റിസോഴ്സസ് ഒക്കെ വർദ്ധിച്ചത് കാരണം എന്താണ്? ഇംഗ്ലണ്ട് എന്തായി മാറി? ഇംഗ്ലണ്ട് ബിക്കം എ കൺട്രി ഓഫ് ഇൻസ്പയർഡ് സിറ്റിസൺറി. ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ സിറ്റിസൺറിയുടെ ഒരു കൺട്രി ആയി മാറി എന്ത്? ഇംഗ്ലണ്ട് അല്ലേ? 16th സെഞ്ചുറിയിൽ മെയിനായിട്ട് രണ്ട് മൊണാർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതായത് മൊണാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പരമാധികാരി അല്ലെങ്കിൽ രാജാവ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. 16th സെഞ്ചുറിയിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന രണ്ട് മൊണാർക്കുകൾ ആരൊക്കെയായിരുന്നു? ഹെൻറി VIII ക്യൂൻ എലിസബത്തും കേട്ടോ. 16th സെഞ്ചുറിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് മൊണാർക്കുകളായിരുന്നു ഹെൻറി VIII ആൻഡ് ക്യൂൻ എലിസബത്ത്. ഇൻ 1580s തിയേറ്റർ, പോയട്രി ആൻഡ് ആർട്ട് ടുക്ക് എ ജൈന്റാന്റിക് ലീപ്പ്. എന്താണ് ആ ഒരു 1580s എന്താണ്? തിയേറ്റർ, അതായത് പ്ലേ, ഡ്രാമ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പിന്നെ അതേപോലെ പോയട്രി, ആർട്ട്, ഇതിലൊക്കെ എന്താണ് ഒരു ജൈന്റാന്റിക് ആയിട്ടുള്ള ഒരു ലീപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതായത് നല്ലൊരു വളർച്ച ഉണ്ടായിരുന്നു. എന്തായത് 1580s തിയേറ്റർ, പോയട്രി, ആർട്ട് എന്നിവയ്ക്കൊക്കെ ഒരു നല്ലൊരു ഉയർച്ച ഉണ്ടായിരുന്ന കാലഘട്ടമാണ് 1580s, അതായത് 16th and 17th സെഞ്ചുറിയിലൊക്കെ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സോഷ്യൽ അൺട്രസ്റ്റ്. അതായത് സോഷ്യൽ അൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങി 17th സെഞ്ചുറിയിൽ അല്ലേ? ഈ സോഷ്യൽ അൺറസ്റ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ട്രപ്ഷൻസ് ഓഫ് പബ്ലിക് ഓർഡർ. പബ്ലിക് ഓർഡറിൻ്റെ ഒരു ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കിയിരുന്നു അല്ലേ? റെഫർ ചെയ്തിരുന്നത് എന്താണ്? സോഷ്യൽ അൺറസ്റ്റ് ആണ് അല്ലേ? ട്യൂഡർ മൊണാർക്ക് ഓക്യുപ്പൈ ദ പവർ. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ആ ഒരു സോഷ്യൽ അൺറസ്റ്റ് നടന്നിരുന്നത്, അതായത് സാമൂഹികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ നടന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? ട്യൂഡർ മൊണാർക്കായിരുന്നു എന്താ പവറിലുണ്ടായിരുന്നത് അല്ലെ? ട്യൂഡർ രാജാവായിരുന്നു ആ ഒരു സമയത്ത് പവറിലുണ്ടായിരുന്നത്. വാർ ബിറ്റ്വീൻ നോബിലിറ്റി ആൻഡ് കിങ്ഷിപ്പ്. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഇനീഷ്യലി ദ വാർ ബിറ്റ്വീൻ ദ നോബിലിറ്റി ആൻഡ്
എമർജന്റ് കിങ്ഷിപ്പ് ക്യാപ്ചേർഡ് അറ്റൻഷൻ. ഒരു കാലഘട്ടത്തിൽ എന്താണ് നോബിലിറ്റിയും അതേപോലെ കിങ്ഷിപ്പും തമ്മിലുള്ള വാർ ഉണ്ടായിരുന്നു. അതെന്താണ് വളരെയധികം എന്താണ് അറ്റൻഷൻ നേടിയിരുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ. The former wanted to hold on to comfort and the riches acquiring from the labor of the rural population. എന്താണ് ആദ്യത്തെ ഒരാൾക്കാർക്ക്, അതായത് നോബിലിറ്റിക്ക്, അതായത് പ്രഭുക്കന്മാരാട്ടോ നോബിലിറ്റി എന്ന് പറഞ്ഞത്. നോബിലിറ്റി അതായത് പ്രഭുക്കന്മാർക്ക് എന്തായിരുന്നു, വാണ്ടഡ് ടു ഹോൾഡ് ഓൺ ടു കംഫേർട്സ്. എന്താണ് അവർക്ക് കംഫേർട്സിലുള്ള പിടിപാടായിരുന്നു അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അല്ലേ. ആൻഡ് ദ റിച്ചസ് അക്യൂറിങ് ഫ്രം ദ ലേബർ ഓഫ് ദ റൂറൽ പോപ്പുലേഷൻ. ഫോർമർ വാണ്ടഡ്, അപ്പം എന്താണ് അവർക്ക് ആ ഒരു റൂറൽ പോപ്പുലേഷനുള്ള ലേബറിൽ നിന്ന് കിട്ടുന്ന റിച്ചസ് അവർ അക്യൂർ ചെയ്തെടുത്തിരുന്നു അല്ലേ. നോബിലിറ്റി ബിലീവ്ഡ് ഇൻ എ സിസ്റ്റം ദാറ്റ് വുഡ് ലാസ്റ്റ് ഫോർ എവർ. എന്താണ് നോബിലിറ്റി വിശ്വസിച്ചിരുന്ന എന്താണ് അവരുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് കുറെ കാലം നീണ്ടു നിൽക്കുന്നവർ വിശ്വസിച്ചിരുന്നു അല്ലേ. ഇതിലൊക്കെ എന്താണ് ഗോഡ് എന്ന് പറഞ്ഞതാണ് എന്ത് സുപ്രീം ആയിരുന്നു അല്ലേ. ഗോഡ് പ്ലേസ്ഡ് ദ സെൻറ്റർ ഓഫ് ഓൾ. എന്താണ് എല്ലാതിൻ്റെയും സെൻറ്റർ ആയിട്ട് നടുവിലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ആരെയാണ്, ഗോഡിനെ ആയിരുന്നു അല്ലേ. കിങ് ആസ് എ unifying factor came from the combination of the nobility and feudal lord. എന്താണ് കിങ്, എന്താണ് കിങ് ആണല്ലോ പരമാധികാരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കിങ് എന്താണ് ഒരു യൂണിഫയിങ് ഫാക്ടർ ആയിട്ടാണ് കിങ്ങിനെ കണ്ടിരുന്നത് അല്ലെ. കിങ് ആസ് എ യൂണിഫയിങ് ഫാക്ടർ കെയിം ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ദ നോബിലിറ്റി ആൻഡ് ദ ഫ്യൂഡൽ ലോഡ്. ഫ്യൂഡൽ ലോഡിന്റെ, അതായത് ഫ്യൂഡലിലുള്ള ആ ഒരു ലോഡ് അധികാരിയുടെ, അതേപോലെ എന്താണ് ആ ഒരു നോബിലിറ്റിന്റെയും കോമ്പിനേഷനിൽ നിന്ന് വന്നതാണ് എന്ത് കിങ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിഫയിങ് ഫാക്ടർ. കിങ് ആസ് എ യൂണിഫയിങ് ഫാക്ടർ കെയിം ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് ദ നോബിലിറ്റി ആൻഡ് ഫ്യൂഡൽ ലോഡ്. ഫ്യൂഡൽ ലോഡിന്റെയും അതേപോലെ നോബിലിറ്റിയുടെയും കോമ്പിനേഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഒരു യൂണിഫയിങ് ഫാക്ടർ ആയിട്ടുള്ള കിങ് അല്ലേ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെൻറി എയ്ത്ത് ദ എറ ഓഫ് ഡിവിഷൻ ബിഗാൻ. എന്താണ് ഞാൻ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള രണ്ട് മൊണാർക്കുകൾ ഉണ്ടായിരുന്നു, ഹെൻറി എയ്ത്തും അതേപോലെ ക്യൂൻ എലിസബത്തും അല്ലേ. അപ്പൊ എന്താണ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെൻറി എയ്ത്തിന്റെ അത് മിഡ് സെഞ്ചുറിയിലാണ് കേട്ടോ. ഈ ഒരു 17th സെഞ്ചുറിയിലെ മിഡിലാണ് ഹെൻറി എയ്ത്തിന്റെ മരണം സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ മരണശേഷം എന്ത് സംഭവിച്ചു, ദ എറ ഓഫ് ഡിവിഷൻ ബിഗാൻ. എന്താണ് ആ ഒരു ഡിവിഷന്റെ പാർട്ടീഷന്റെ ആ ഒരു കാലഘട്ടം തുടങ്ങി അല്ലെ. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെൻറി എയ്ത്ത് ദ എറ ഓഫ് ഡിവിഷൻ ബിഗാൻ. ആ ഒരു പാർട്ടീഷൻ അല്ലെങ്കിൽ ഡിവിഷന്റെ കാലഘട്ടം തുടങ്ങിയത് എപ്പോഴാണ്, ഹെൻറി എയ്ത്തിന്റെ മരണശേഷം അല്ലെ. ഇറ്റ് ഡിവൈഡ് റിലീജിയസ് മാർക്കിങ്സ് ബിറ്റ്വീൻ റോമൻ കാത്തലിസിസം ആൻഡ് പ്രൊട്ടസ്റ്റാന്റാനിസം. എന്താണ് ഇതെന്താണ് ഈ ഒരു എറ ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താണ് എന്ത് തമ്മിലുള്ള ഡിവിഷൻ ആണ് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് ഡിവൈഡഡ് റിലീജിയസ് മാർക്കിംഗ്. എന്താണ് റിലീജിയസ് ആയിട്ടുള്ള മാർക്കിങ്സിൽ ഡിവിഷൻ വന്നു തുടങ്ങിയല്ലേ. അപ്പൊ എന്തൊക്കെയാണ്, ബിറ്റ്വീൻ റോമൻ കാത്തലിസിസം ആൻഡ് പ്രൊട്ടസ്റ്റാന്റിസം. എന്താണ് റോമൻ കാത്തലിക്സുകാരും അതേപോലെ പ്രൊട്ടസ്റ്റാന്റുകാരും തമ്മിലുള്ള ഒരു ഡിവിഷൻ കണ്ടു തുടങ്ങി ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെൻറി എയ്ത്ത്. സോഷ്യൽ അൺട്രസ്റ്റ് റൂട്ടഡ് ഇൻ ഇഷ്യൂ ഓഫ് പോവർട്ടി. എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ എന്താണ് ഒരു പോവർട്ടിയുടെ ഇഷ്യൂ റൂട്ട് ചെയ്തിരുന്നില്ല. അപ്പൊ എന്താണ് സോഷ്യൽ ആയിട്ടുള്ള ഒരു അൺട്രസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്, സോഷ്യലായിട്ട് സാമൂഹികപരമായിട്ടുള്ള അസ്വസ്ഥത എന്തിലുണ്ടായിരുന്നു, പോവർട്ടിയിൽ ഉണ്ടായിരുന്നു അല്ലെ. ഇഷ്യൂ ഓഫ് പോവർട്ടി റൂട്ടഡ് അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ 17th സെഞ്ചുറിയിൽ സോഷ്യൽ അൺട്രസ്റ്റ്, അതായത് ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള അസ്വസ്ഥതകൾ റൂട്ട് ചെയ്തു ഇൻ ഇഷ്യൂ ഓഫ് പോവർട്ടിയിൽ അല്ലെ. ദാരിദ്ര്യത്തിന്റെ ആ ഒരു പ്രശ്നത്തിലാണ് സോഷ്യൽ അൺട്രസ്റ്റ് റൂട്ട് ചെയ്തത് അല്ലെ, വേരുറച്ചത് അല്ലെ. ഗ്രോ ദ കോൺഷ്യസ് അബൌട്ട് ഇൻഇക്വാലിറ്റി. അപ്പൊ എന്താണ് ആ ഒരു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത് കേട്ടോ. ഗ്രോ ദ കോൺഷ്യസ്നെസ് അബൌട്ട് ഇൻഇക്വാലിറ്റി. അപ്പൊ എന്താണ് അവർക്ക് ആ ഒരു ഇൻഇക്വാലിറ്റിയുടെ ആ ഒരു കോൺഷ്യസ്നെസ് അവരിൽ വളർന്നു തുടങ്ങി അല്ലെ. അപ്പൊ റോമൻ കാത്തലിക്സുകാരും പ്രൊട്ടസ്റ്റാന്റുകാരും തമ്മിലുള്ള ഒരു ഡിവിഷൻ വന്നു തുടങ്ങി. പിന്നെ എന്താണ് ഒരു സോഷ്യൽ അൺട്രസ്റ്റ്, എന്താണ് ഒരു പോവർട്ടി ഉണ്ടായി, ഇഷ്യൂ ഓഫ് പോവർട്ടി വന്നു തുടങ്ങി. പിന്നെ എന്താണ് അവരുടെ ഇടയിൽ ഒരു ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഷ്യസിനെ അവരിൽ വളർന്നു തുടങ്ങി അല്ലേ. ഗ്രോസ് ദ കോൺഷ്യസ് അബൌട്ട് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ല, ഒരു തുല്യത ഇല്ലായ്മ എന്നുള്ളത്. അതുകൊണ്ട് ആരും പരസ്പരം ഒരു തുല്യരായിട്ട് കാണാതെ
ഓരോരുത്തരുടെ മേലെയാണ് താഴെയാണെന്നുള്ള അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിൽ കാണാൻ തുടങ്ങിയില്ല. അപ്പൊ അതിന്റെ ആ ഒരു കോൺഷ്യസ്നെസ് അവബോധം അവരിൽ വളർന്നു അല്ലേ. പീപ്പിൾ വിത്ത് ഇൻഫ്ലുവൻസ് കൺട്രോൾ ദ ഓപ്പൺ ലാൻഡ്. എന്താണ് ആ ഇൻഇക്വാലിറ്റി കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ. പീപ്പിൾ വിത്ത് ഇൻഫ്ലുവൻസ്, നമ്മളുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് എന്താണ് കുറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടല്ലേ. അപ്പൊ എന്താണ് പീപ്പിൾ വിത്ത് ഇൻഫ്ലുവൻസ് ഉള്ള ജനങ്ങൾ എന്താണ് കൺട്രോൾ ദ ഓപ്പൺ ലാൻഡ്, ഓപ്പൺ ആയിട്ട് കിടക്കണ തരിശായിട്ട് കിടക്കണ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത ഭൂമികളൊക്കെ എന്താണ് അവര് കൺട്രോൾ ചെയ്തെടുത്തു അല്ലെ. ആൻഡ് ദ പീപ്പിൾ വിത്ത് ഇൻഫ്ലുവൻസ് കൺട്രോൾ ദ ഓപ്പൺ ലാൻഡ്. ഇംഗ്ലണ്ട്സ് പ്രോസ്പെരിറ്റി വെൻ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് impoverishment ഓഫ് കൺട്രീസ് പെസൻട്രി. എന്താണ് ഇംഗ്ലണ്ടിന്റെ പ്രോസ്പെരിറ്റി എന്താണ് വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ്, എന്താണ് കൈകളിൽ നിന്ന് കൈകളിലേക്ക് ആ ഒരു പ്രോസ്പെരിറ്റി മാറാണ്. വെന്റ് വിത്ത് impoverishment ഓഫ് കൺട്രീസ് പെസൻട്രി. എന്താണ് കൺട്രിയിലെ പെസൻട്രി അതായത് കർഷകരുടെയൊക്കെ എന്താണ് ദാരിദ്ര്യവൽക്കരണം അല്ലെ. അതെന്താണ് ഇംഗ്ലണ്ടിന്റെ പ്രോസ്പെരിറ്റിയിൽ വന്നു തുടങ്ങിയതാണ്. ഇംഗ്ലണ്ട്സ് പ്രോസ്പെരിറ്റി വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് impoverishment of countries peasantry. The arrival of new merchant wedded to profit. എന്താണ് പുതിയ മെർച്ചന്റുകളുടെ പുതിയ വ്യാപാരികളുടെ വരവ് എന്താണ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയല്ലേ. മെർച്ചന്റ് ആൻഡ് ദ ക്യാപിറ്റലിസ്റ്റ് ഫാമേഴ്സ് ഗോ ടുഗദർ. എന്താണ് മെർച്ചൻസും അതേപോലെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഫാർമേഴ്സും ഒക്കെ എന്താണ് രണ്ടുപേരും ഒരുമിച്ച് പോവാൻ തുടങ്ങി, ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇംഗ്ലണ്ടിന്റെ പ്രോസ്പെരിറ്റി വെന്റ് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ഇംപറിഷ്മെന്റ് ഓഫ് ദ കൺട്രീസ് പെസന്റ്. കൺട്രിയിലെ ആ ഒരു ഇംഗ്ലണ്ടിലെ പെസൻട്രി അതായത് കർഷകരുടെ ഒക്കെ എന്താണ് ആ ഒരു ദാരിദ്ര്യവൽക്കരണം എന്താണ് ഹാൻഡ് ഇൻ ഹാൻഡില് കൈകോർത്ത് പോവാൻ തുടങ്ങി അല്ലെ. ദ അറൈവൽ ഓഫ് ന്യൂ മെർച്ചന്റ്, പുതിയ വ്യാപാരികളുടെ വരവോടുകൂടി എന്താണ് ഇംഗ്ലണ്ടിലെ പ്രോഫിറ്റ് വർദ്ധിച്ചു അല്ലെ. Understandably, the merchant and the capitalist farmer go together long way and influence the emerging trends അല്ലേ. അപ്പം എന്താണ് അവരെ ഒരു എമേർജിങ് ട്രെൻഡ് ആയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. They would play a part in making policies and have an increasing alliance with monarch. എന്താണ് അവരെന്താണ് പോളിസീസ് ഒക്കെ ഉണ്ടാക്കിയല്ലേ. പിന്നെ have an increasing alliance with മൊണാർക്കുമായിട്ട് അവര് ആലി ചെയ്തു വന്നു അല്ലേ. ഇത്രയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ 17th സെഞ്ച്വറിയിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതേപോലെ സോഷ്യൽ അൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള അസ്വസ്ഥതകളാണ് കേട്ടോ. 17th സെഞ്ച്വറിയിലെ അസ്വസ്ഥതകളാണിത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കണ്ടീഷൻസ് ലീഡിങ് ടു വാർ, സിവിൽ വാറിലേക്ക് നയിച്ചിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷൻസ് ലീഡിങ് ടു ദ സിവിൽ വാർ. സിവിൽ വാറിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സിവിൽ വാർ ഈസ് ലെഡ് ബൈ കിങ് ചാൾസ് ഫസ്റ്റ് ആൻഡ് ഒലിവർ ക്രോംവെൽ. എന്താണ് സിവിൽ വാറിലേക്ക് ലെഡ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്? കിങ് ചാൾസ് ഫസ്റ്റും അതേപോലെ ഒലിവർ ക്രോംവെൽ. ഈ രണ്ട് ആൾക്കാരാണ് എന്ത് ഈ ഒരു സിവിൽ വാറിലേക്ക് നയിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളല്ലേ. It lasted few years and ended the rule of monarchy. എന്താണ് ഇത് ഈ ഒരു സിവിൽ വാർ എന്താണ് കുറച്ച് വർഷങ്ങൾ തന്നെ നീണ്ടു നിന്നിരുന്ന ഒരു വാറായിരുന്നു എന്ത് സിവിൽ വാർ അല്ലേ. ഇറ്റ് എൻഡഡ് ദ റൂൾ ഓഫ് മൊണാർക്കി. എന്താണ് ആ ഒരു മൊണാർക്കിന്റെ റൂളിംഗ് എന്താണ് അവസാനിപ്പിച്ചത് എന്താണ് സിവിൽ വാർ ആണ് അല്ലേ. ഇറ്റ് ലാസ്റ്റഡ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് എൻഡഡ് ദ റൂൾ ഓഫ് മൊണാർക്കി. ലേറ്റ് 6040s എന്താണ് റിപ്പബ്ലിക്കാനിസം വാസ് എസ്റ്റാബ്ലിഷ്ഡ്. എന്താണ് 1640 കാലഘട്ടങ്ങളിൽ എന്താണ് റിപ്പബ്ലിക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ. 1603 ക്യൂൻ എലിസബത്തിന്റെ ഡെത്തിന് ശേഷം എന്താണ് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞത് എന്താണ് ആ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പാറ്റേൺ എന്താണ് എമേർജ് ചെയ്ത് വന്നു അല്ലെ. ക്യൂൻ എലിസബത്തിന്റെ ഡെത്ത് എന്നായിരുന്നു 1603. 1603 ക്യൂൻ എലിസബത്ത് മരിച്ചു അല്ലെ. അപ്പൊ അതിനുശേഷം എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പാറ്റേൺ എന്താണ് എമേർജ് ചെയ്തു അല്ലെ. രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജിക്കൽ പാറ്റേൺ വന്നു തുടങ്ങി അല്ലെ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ക്യൂൻ എലിസബത്ത് in 1603. പൊളിറ്റിക്സിൽ എന്തൊക്കെ പറ്റി? ഫെയ്ത്ത് ഷിഫ്റ്റഡ് ഫ്രം പ്യൂരിറ്റാനിസം ആൻഡ് ദ ആംഗ്ലിക്കൻ ചർച്ച് ടു റോമൻ കാത്തലിസം. എന്താണ് പൊളിറ്റിക്സിൽ എന്തൊക്കെ മാറ്റാണ് വന്നത്? ഫെയ്ത്ത് ഷിഫ്റ്റഡ് ഫ്രം
പ്യൂരിറ്റാനിസം ആൻഡ് ദ ആംഗ്ലിക്കൻ ചർച്ച് ടു റോമൻ കാത്തോലിസിസം. എന്താണ് പൊളിറ്റിക്സിൽ അവരുടെ ആ ഒരു വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറഞ്ഞത് എന്താണ്, അത് പ്യൂരിറ്റാനിസത്തിൽ നിന്നും ആംഗ്ലിക്കൻ ചർച്ചിൽ നിന്നും എന്തിലേക്ക് മാറി, റോമൻ കാത്തോലിസിസത്തിലേക്ക് മാറി അല്ലേ. ഫെയ്ത്ത് ഷിഫ്റ്റഡ് ഫ്രം പ്യൂരിറ്റാനിസം ആൻഡ് ദ ആംഗ്ലിക്കൻ church to Roman Catholicism. The parliament put pressure on the king. എന്താണ് രാജാവിൽ, പാർലമെന്റ് എന്താണ് രാജാവിലേക്ക് പ്രഷർ കൊടുക്കാൻ തുടങ്ങി അല്ലേ. പാർലമെന്റ് പുട്ട് പ്രഷർ ഓൺ ദ കിങ്. പിന്നെന്താണ് ഡിവൈഡഡ് ടൗൺ ആൻഡ് കൺട്രി. ഈ ഒരു പാർലമെന്റ് എന്താണ് കൺട്രിയെയും അതേപോലെ രാജ്യത്തെയും ടൗണിനെയും എന്താണ് വിഭജിച്ചു അല്ലെ. ഡിവൈഡ് ടൗൺ ആൻഡ് കൺട്രി. കൺട്രി സൈഡ് വാസ് സ്വെപ്റ്റ് ബൈ പ്യൂരിറ്റൻസ്. എന്താണ് കൺട്രി സൈഡ് എന്താണ് സ്വെപ്റ്റ് ചെയ്തത് ആരെ വഴിയാണ്, പ്യൂരിറ്റൻസിലാണ് എന്താണ് സ്വെപ്റ്റ് ചെയ്യപ്പെട്ടു അല്ലെ കൺട്രി സൈഡ്. അർബൻ സെക്ഷൻ സപ്പോർട്ടഡ് ദ കിങ്. എന്താണ് അർബൻ സെക്ഷൻ എന്താണ്, അതായത് ടൗൺ ഏരിയയിലുള്ളവർ എന്താണ് അർബൻ സെക്ഷൻസ് സപ്പോർട്ടഡ് ദ കിങ്. സാങ്ഷൻ ഓഫ് ഓർത്തഡോക്സ് റിലീജിയൻ. അവർക്ക് എന്താണ് അവർക്ക് ആ ഒരു ഓർത്തഡോക്സ് റിലീജിയന്റെ സാങ്ഷൻ കിട്ടി അല്ലെ. സാങ്ഷൻ ഓഫ് ഓർത്തഡോക്സ് റിലീജിയൻ. ക്ലാഷ് ടോൾഡ് ഓൺ ദ ഇക്കണോമിക് സോഷ്യൽ കണ്ടീഷൻ. ക്ലാഷസ് എന്തിനെ പറ്റി പറയാൻ തുടങ്ങി, ഈ ഒരു ടൗണും കൺട്രിയും തമ്മിലുള്ള ഡിവിഷൻ അല്ലെങ്കിൽ ആ ക്ലാഷ് എന്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി, ഇക്കണോമിക്കലായിട്ടും അതേപോലെ സോഷ്യൽ സാമൂഹ്യപരമായിട്ടുള്ള കണ്ടീഷൻസിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി അല്ലേ. അഫക്റ്റിംഗ് ദ മെന്റൽ ആൻഡ് മോറൽ ഹെൽത്ത് ഓഫ് ദ പീപ്പിൾ. എന്താണ് മോറലും അതേപോലെ ധാർമ്മികവും അതേപോലെ മാനസികപരമായിട്ടുള്ള മനുഷ്യന്മാരുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ എന്താണ് ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അഫക്റ്റിംഗ് ദ മെന്റൽ ആൻഡ് മോറൽ ഹെൽത്ത് ഓഫ് ദി പീപ്പിൾ. കീ ഇഷ്യൂ എന്ന് പറഞ്ഞത് എന്താണ്, മൊറാലിറ്റി ആൻഡ് ഇക്കണോമിക് ഓഫ് സ്ലേവറി. മെയിൻ ആയിട്ട് ഈ ഒരു സിവിൽ വാറിന്റെ കീ ഇഷ്യൂ, മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞത് എന്താണ്, മൊറാലിറ്റി ആൻഡ് ഇക്കണോമിക്സ് ഓഫ് സ്ലേവറി. സ്ലേവറിയുടെ മൊറാലിറ്റി, ഇക്കണോമിക്സും മൊറാലിറ്റിയാണ് മെയിൻ ആയിട്ടുള്ള സിവിൽ വാറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ദ ഷേപ്പിംഗ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ക്ലോസിംഗ് ഇയർ ഓഫ് ദ 16th century. എന്താണ് ഷേപ്പിംഗ് ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലേ. അതായത് ക്രിയേറ്റിവിറ്റിയുടെയും കോൺഷ്യസ്നെസിന്റെയും എന്താണ് ഷേപ്പിംഗ് അല്ലേ. അതിൽ എന്താണ് ക്ലോസിംഗ് ഇയർ ഓഫ് ദ 16th century. 16th centuryയുടെ അവസാന കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ന്യൂ വേസ് ഓഫ് വിന്നിങ് ബ്രെഡ് ആൻഡ് ബട്ടർ. എന്താണ് അവര് പുതിയ വിന്നിങ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്നാൽ അവരുടെ ആ ഒരു ഏർണിങ്സിനെ പറ്റിയാണ് പറഞ്ഞത്. അവരെന്താണ് അവർ ഏൺ ചെയ്യുന്നതിൽ എന്താണ് പുതിയ വഴികൾ അവർ കണ്ടെത്താൻ തുടങ്ങി അല്ലേ. ഇൻക്രീസ് സ്കിൽ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ്. എന്താണ് അവരിൽ എന്താണ് കൊടുക്കലും വാങ്ങലും പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കില്ല് എന്താണ് ഉയർന്നു വന്നു അല്ലേ. ഇൻ പ്ലേസ് അതായത് നാടകത്തിൽ അല്ലെങ്കിൽ ഡ്രാമകളിൽ എന്താണ് ക്യാരക്ടേഴ്സ് സ്പോക്ക് ടു വൺ അനദർ മോർ പ്രീഷ്യസ്ലി. എന്താണ് ക്യാരക്ടേഴ്സ് ഒരാൾ മറ്റൊരാളോട് എങ്ങനെയാണ് പ്രീഷ്യസ്ലി ആയിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് അല്ലേ. പോയംസിൽ എങ്ങനെയായിരുന്നു, ഇൻ പോയംസ് ദ ഡയലോഗ് ഓർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ആറ്റിറ്റ്യൂഡ്സ് റിസീവ്ഡ് പ്രോമിനൻസ്. എന്താണ് ഇൻ പോയംസ് ഡയലോഗ് ഓർ ഇന്ററാക്ഷൻ. പോയത്തിൽ എന്താണ് ഡയലോഗോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻസോ എങ്ങനെയായിരുന്നു ബിറ്റ്വീൻ ടു ആറ്റിറ്റ്യൂഡ്സ് റിസീവ്ഡ് പ്രോമിനൻസ്. എന്താണ് ഇന്ററാക്ഷൻസ്, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസും അതേപോലെ ഡയലോഗും എന്താണ് അതെന്താണ് ബിറ്റ്വീൻ ടു ആറ്റിറ്റ്യൂഡ്സ്, രണ്ട് ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഇടയിലുള്ള ഡയലോഗ്സും ഇന്ററാക്ഷൻസും എങ്ങനെയാണ് ഒരു പ്രോമിനൻസ് റിസീവ് ചെയ്തു അല്ലെ. പ്രോമിനൻസ് അവർക്ക് നേടിക്കൊടുത്തു അല്ലെ. ഇൻ പോയംസിൽ ലിറ്റററി വർക്ക്സ് നോട്ട് മെന്റ് ഫോർ പബ്ലിക്കേഷൻ. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് 16th centuryയുടെ ആ ഒരു അവസാന ഭാഗത്തിൽ എന്താണ് ലിറ്റററി വർക്കുകളൊക്കെ എങ്ങനെയായിരുന്നു നോട്ട് മെന്റ് ഫോർ പബ്ലിക്കേഷൻ. പബ്ലിക്കേഷന് വേണ്ടിയിട്ടായിരുന്നില്ല എന്ത് ലിറ്റററി വർക്ക്സ് റൈറ്റേഴ്സ് എഴുതിയിരുന്നത് അല്ലേ. ലണ്ടൻ വാസ് പാർട്ട് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കൾട്ടിവേറ്റഡ് സൊസൈറ്റി. എന്താണ് ലണ്ടൻ എന്ന് പറഞ്ഞത് എന്താണ് കൾട്ടിവേറ്റഡ് സൊസൈറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു അല്ലേ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് കൾട്ടിവേറ്റഡ് സൊസൈറ്റി. ലണ്ടൻ വാസ് പാർട്ട് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കൾട്ടിവേറ്റഡ് സൊസൈറ്റി അല്ലേ. റിക്വയർഡ് അറ്റൻഷൻ ഫോർ റെക്കഗ്നിഷൻ ഓഫ് ദ വിറ്റ് ആൻഡ് വെർബൽ സ്കിൽ ഓഫ് ദ ക്രിയേറ്റർ. എന്താണ് അവരിൽ എന്താണ് ഈ റൈറ്റേഴ്സിന്റെ അവർക്ക് എന്തായിരുന്നു ആവശ്യം, റിക്വയർഡ്
അറ്റൻഷൻ ഫോർ റെക്കഗ്നിഷൻ ഓഫ് വിറ്റ് ആൻഡ് വെർബൽ സ്കിൽ ഓഫ് അവരുടെ റൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിൻ്റെ വെർബൽ സ്കില്ലും അതേപോലെ അവരുടെ ആ ഒരു വിറ്റിലുള്ള റെക്കഗ്നിഷൻ്റെ അറ്റൻഷനും ആയിരുന്നു എന്ത് അവർക്ക് ആവശ്യമായിരുന്നു, അവർക്ക് അല്ലാതെ പബ്ലിക്കേഷൻ ആയിരുന്നില്ല അവരുടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ. ലണ്ടൻ എന്ന് പറഞ്ഞത് എന്താണ്? എസെൻഷ്യൽ പാർട്ട് ഓഫ് മില്ലി ഓഫ് ലിറ്ററേച്ചർ. ലണ്ടൻ എന്ന് പറഞ്ഞത് എന്താണ്? മില്ലി എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപാട്, ആ ലിറ്ററേച്ചറിന്റെ ചുറ്റുപാടിലെ അല്ലെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടായിരുന്നു എന്ത് ലണ്ടൻ എന്ന് പറഞ്ഞത് അല്ലെ. ലണ്ടൻ വാസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് മില്ലി ഓഫ് ലിറ്ററേച്ചർ അല്ലേ. നെക്സ്റ്റ് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? റോൾ ഓഫ് റിലീജിയൻ. റിലീജിയന്റെ റോളുകൾ അല്ലേ. എന്തൊക്കെയാണ് റിലീജിയന്റെ റോളുകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു 17th അല്ലെങ്കിൽ 16th സെഞ്ചുറി ലാസ്റ്റിലെ ആ കാലഘട്ടത്തിൽ റിലീജിയന്റെ റോൾ എന്താണ്? ഡൺ റോട്ട് അബൌട്ട് റിലീജിയൻ. എന്താണ് ഡൺ? എന്തായിരുന്നു? ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് അല്ലേ. മെയിൻ ആയിട്ട് എന്താണ്? അബൌട്ട് ക്രിസ്ത്യാനിറ്റി. റിലീജിയനെ പറ്റി എഴുതിയിരുന്നു. മെയിൻ ആയിട്ട് എന്താണ്? ക്രിസ്ത്യാനിറ്റിനെ പറ്റിയാണ് എഴുതിയിരുന്നത്. ഇതിൽ എന്താണ് ഒരു മെയിൻ 3 സ്ട്രീംസ് പറയുന്നുണ്ട് അല്ലേ. ക്ലിയർലി ഐഡന്റിഫൈഡ് ഇൻ ഇംഗ്ലീഷ് തോട്ട് ഓഫ് ദ ഡേ. എന്താണ്? ഫസ്റ്റ് എന്താണ്? റോമൻ കാത്തോലിസിസം എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻ ആൻഡ് ബിലീവ്ഡ് ഇൻ ഹയറാർക്കി. എന്താണ്? റോമൻ 3 സ്ട്രീംസ് ആണ് കേട്ടോ. റോമൻ കാത്തോലിസിസം എന്താണ്? കൺവെൻഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നു അല്ലേ. പിന്നെ എന്താണ്? അവർ എന്തിനാണ് ബിലീവ് ചെയ്തിരുന്നത്? ഹയറാർക്കിയിൽ ബിലീവ് ചെയ്തിരുന്ന ആൾക്കാരാണ് ആര്? റോമൻ കാത്തോലിസിസം. റോമൻ കാത്തോലിസിസം എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻ ആൻഡ് ബിലീവ്ഡ് ഇൻ ഹയറാർക്കി അല്ലേ. സെക്കൻഡ് എന്താണ്? പ്രൊട്ടസ്റ്റാന്റിസം റൂട്ടഡ് ഇൻ മോറൽ ആസ്പെക്ട്. എന്താണ്? അതിൽ ബൈബിൾ ആയിരുന്നു എന്ത് സുപ്രീം ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ. എന്താണ്? പ്രൊട്ടസ്റ്റാനിസം വാസ് റൂട്ടഡ് ഇൻ ദ മോറൽ ആസ്പെക്ട്. ആ ഒരു മോറൽ ആസ്പെക്റ്റിൽ എന്താ പ്രൊട്ടസ്റ്റാനിസം റൂട്ട് ചെയ്തത് എന്തിലായിരുന്നു? മോറൽ ആസ്പെക്റ്റിലായിരുന്നു അല്ലെ. മോറൽ ആയിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു എന്ത് പ്രൊട്ടസ്റ്റാനിസം വേരുറച്ചത്, റൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അതിലെന്താണ്? ദ വേർഡ് ഓഫ് ബൈബിൾ വാസ് സുപ്രീം. എന്താണ്? ബൈബിൾ അല്ലെങ്കിൽ ബൈബിളിലെ വചനങ്ങളായിരുന്നു അവിടെ എന്താണ് സുപ്രീം ആയിരുന്നത് അല്ലെ. ദ മെസ്സേജ് ഓഫ് ഹോളി ബുക്ക് മെന്റ് ഓൾ. എന്താണ്? അവർക്ക് എന്താണ് ആ ഒരു ഹോളി ബുക്ക്, അതായത് ബൈബിൾ എന്ന് പറഞ്ഞ ആ ഒരു ഹോളി ബുക്കിലുള്ള വചനങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ എന്തായിരുന്നു? അതായിരുന്നു എല്ലാം അല്ലേ. ദ സ്ട്രീം ടുക്ക് എ സീരിയസ് നോട്ട് ഓഫ് ദ ഡിസ്റ്റോർഷൻ ദാറ്റ് ഹാഡ് സെറ്റ് ഫുട്ട് ഇൻ ദ വേരിയസ് ഓഫീസസ് ഓഫ് ദ ചർച്ച്. മെൻ ഓഫ് ദ ചർച്ച് എന്താണ്? പ്രീച്ച്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ക്രിസ്ത്യാനിറ്റി. ആ ഒരു ചർച്ചിലുള്ള ആളുകൾ, പുരുഷന്മാർ അല്ലെങ്കിൽ മനുഷ്യന്മാരെന്നൊക്കെ എന്താണ് അവരെന്താണ് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുകയും പ്രീച്ച് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ആര്? മെൻ ഓഫ് ദ ചർച്ച് അല്ലേ. തേർഡ് സ്ട്രീം എന്താണ്? പ്രാഗ്മെന്റിസ്റ്റ് എമംഗ് ക്രിറ്റിക്സ് ഓഫ് പോപ്പ് ഓഫ് റോം അല്ലേ. എന്താണ്? പ്രാഗ്മെന്റിസ്റ്റ്, അതായത് പ്രായോഗികവാദികളായിട്ടുള്ള ക്രിറ്റിക്സുകൾ, അതായത് പോപ്പ് ഓഫ് റോം, റോമിലെ പോപ്പൊക്കെ അതിൽ എന്താണ് പെട്ടതാണ്? പ്രാഗ്മെന്റിസ്റ്റിൽ പെട്ട ആൾക്കാരല്ല. അങ്ങനെ 3 സ്ട്രീമുകളായിരുന്നു ഉണ്ടായിരുന്നത് റിലീജിയസിലെ റോൾ ഓഫ് റിലീജിയനിൽ ഉണ്ടായിരുന്നത്. ലാർജ് മെജോറിറ്റി ഓഫ് ബിലീവേഴ്സ് ഇൻ പ്രൊട്ടസ്റ്റാന്റിസം. എന്താണ്? അവിടെ ആ ഒരു ലണ്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ എന്താണ് മെജോറിറ്റി എന്തായിരുന്നു? പ്രൊട്ടസ്റ്റാന്റിസം ബിലീവ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു അല്ലേ. ദേ ലിങ്ക് വിത്ത് റോം an opportunity to grab land. എന്താണ്? അവരെന്താണ്? ദ ലിങ്ക് വിത്ത് റോം. റോമുമായിട്ട് ഈ പ്രൊട്ടസ്റ്റാന്റുകാരെ എന്താണ്? പ്രൊട്ടസ്റ്റൻസ് എന്താണ്? റോമുമായിട്ടൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗ്രാബ് ലാൻഡ്. ആ ഒരു ലാൻഡ് നേടിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അവരെന്താണ് റോമുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയിരുന്നത് അല്ലേ. ആംഗ്ലിക്കൻ ചർച്ച് ഓർ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബോർ മാർക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വേസ് ഓഫ് ലൈഫ്. എന്താണ്? ആംഗ്ലിക്കൻ ചർച്ച് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബോർ എന്താണ് അവര് നേടിയെടുത്ത എന്താണ്? മാർക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വേസ് ഓഫ് ഇംഗ്ലീഷുകാരുടെ ജീവിതത്തിൽ എന്താ വഴികള് മാർക്ക് ചെയ്ത് അവര് എടുത്തു അല്ലേ. ആംഗ്ലിക്കൻ ചർച്ച് അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലേ. ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ട്യൂഡർ ഇംഗ്ലണ്ട് ഫോളോഡ് ടു സ്ട്രഗിൾ ഫോർ പ്യൂരിറ്റി ആൻഡ് റൈറ്റിയസ്നെസ്. എന്താണ്? ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ട്യൂഡർ ഇംഗ്ലണ്ട്. ട്യൂഡർ ഇംഗ്ലണ്ടിലെ റിലീജിയന്റെ റോൾ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഫോളോഡ് ടു സ്ട്രഗിൾ ഫോർ പ്യൂരിറ്റി. പ്യൂരിറ്റിക്കും റൈറ്റിയസിനും വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു അല്ലെ. അതിനു വേണ്ടി ഫോളോ ചെയ്തിരുന്നവരായിരുന്നു ആര്? ട്യൂഡർ ഇംഗ്ലണ്ടിലെ റിലീജിയന്റെ റോൾ എന്ന് പറഞ്ഞത് അല്ലേ.
വ്യൂ ഓഫ് ത്രീ സ്ട്രീംസ് ക്ലാഷ്ഡ് ഇൻ ലിറ്ററേച്ചർ. ഈ ഒരു 3 സ്ട്രീമുകൾ ഉണ്ടല്ലോ, ഈ 3 സ്ട്രീമുകളും എന്താണ് ലിറ്ററേച്ചറിൽ എത്തിയപ്പോൾ എന്താണ് ക്ലാഷ്ഡ് ആയി അല്ലേ. പോയറ്റ് റേസ്ഡ് ലെവൽ ഓഫ് ഇന്റൻസിറ്റി ആൻഡ് പ്രസന്റഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. പോയറ്റുകൾ എന്തായിരുന്നു, അവരുടെ ആ ഒരു ഇന്റൻസിറ്റിയുടെ ലെവൽ അവർ കൂട്ടി. എന്താണ് പ്രസന്റഡ്, അതുകൊണ്ട് പിന്നെ എന്താണ് പ്രസന്റഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് ആര്, പോയറ്റ്സ് അല്ലെ. പോയറ്റ്സ് എന്താണ് അവരുടെ ലെവൽ ഓഫ് ഇന്റൻസിറ്റി കൂട്ടുകയും ചെയ്തു. പിന്നെന്താണ് അവര് ഹ്യൂമൻ എക്സ്പീരിയൻസ് കൂടുതലായിട്ട് അവരുടെ പോയംസിലൂടെ പോയറ്റ്സ് പ്രസന്റ് ചെയ്തിരുന്നത്. ഡ്രമാറ്റിക് വർക്കിൽ എന്തായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്, ആസ്പെക്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ലെ. ഡ്രമാറ്റിക് വർക്കിൽ എന്തായിരുന്നു, പോയത്തിൽ എന്തായിരുന്നു പ്രസന്റഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഡ്രാമകളിൽ എന്തായിരുന്നു ആസ്പെക്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെന്താണ് അവർക്ക് എങ്ങനെയായിരുന്നു, ഫെയ്ത്ത് റിലേറ്റഡ് നോംസ് ആയിരുന്നു, വിശ്വാസങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അല്ലെ. റിലീജിയൻ വാസ് മെയിൻറ്റെയിൻഡ് ആസ് എ യാർഡ് സ്റ്റിക്ക്. എന്താണ് അവർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലുള്ളവർക്ക് എങ്ങനെയായിരുന്നു, റിലീജിയൻ ആയിരുന്നു എല്ലാം അല്ലേ. അപ്പൊ എന്താണ് ആ ഒരു റിലീജിയൻ എന്താണ്, അതൊരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എന്ത്, റിലീജിയൻ അല്ലേ. ഇത്രയാണ് റോൾ ഓഫ് റിലീജിയൻ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റാഫിസിക്കൽ പോയട്രി ആണ്. മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് 17th സെഞ്ച്വറിയിലുള്ള ഒരു പോയട്രി ആണ് കേട്ടോ. 17th century poetry noted its wit, intellectual playfulness and philosophical themes. എന്താണ് 17th സെഞ്ച്വറിയിലെ പോയട്രികളൊക്കെ എന്തായിരുന്നു നോട്ട് ചെയ്തിരുന്നത്, അതിൻ്റെ വിറ്റ്, ഇന്റലക്ച്വൽ പ്ലേഫുൾനെസ് ആൻഡ് ഫിലോസഫിക്കൽ തീംസ്, ഇതൊക്കെ ആയിരുന്നു ആ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിലെ 17th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന മെറ്റാഫിസിക്കൽ പോയട്രിയുടെ തീംസ് എന്ന് പറയുന്നത് അല്ലെ. വിറ്റ്, ഇന്റലക്ച്വൽ പ്ലേഫുൾനെസ് ആൻഡ് ഫിലോസഫിക്കൽ തീംസ് ആയിരുന്നു മെയിൻ ആയിട്ട് അതിൽ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. ലവ് ഈസ് ദ മെയിൻ തീം. എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് എന്തായിരുന്നു, പ്രണയമായിരുന്നു അല്ലെ, ലവ് ആയിരുന്നു. യൂസ് മെറ്റഫേഴ്സ്, paradox and complex imagery to explore love, religion and existence. എന്താണ് യൂസ് മെറ്റഫേഴ്സ്. എന്താണ് ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിലെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്, മെറ്റഫേഴ്സ്, അതേപോലെ പാരഡോക്സസ്, പിന്നെന്താണ് കോംപ്ലക്സ് ഇമേജറി ടു എക്സ്പ്ലോർ, അതായത് പ്രണയത്തെ, റിലീജിയനെ, എക്സിസ്റ്റൻസിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഇമേജറികൾ, പാരഡോക്സ്, മെറ്റഫേഴ്സ് ഒക്കെ എന്താണ് അതിൽ ഉപയോഗിച്ചിരുന്നു അല്ലേ. ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, ആൻഡ്രൂ മാർവൽ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയറ്റ്സുകൾ കേട്ടോ. ആരൊക്കെയാണ്, ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട് ആൻഡ് ആൻഡ്രൂ മാർവൽ ആർ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, കാവലിയർ പോയറ്റ്സ് അല്ലേ. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് കാവലിയർ പോയറ്റ്സ് എന്ന് പറയുന്നത്. തോമസ് കാര്യു, റോബർട്ട് ഹെറിക്, റിച്ചാർഡ് ലവ്ലേസ് ആൻഡ് ജോൺ സക്ലിംഗ് ആർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഗ്രൂപ്പ് ഓഫ് കാവലിയർ പോയറ്റ്സ്. എന്താണ് ആ ഒരു കാവലിയർ പോയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് ആരൊക്കെയാണ്, തോമസ് കാര്യു, റോബർട്ട് ഹെറിക്, റിച്ചാർഡ് ലവ്ലേസ് ആൻഡ് ജോൺ സക്ലിംഗ്. ഇത്രയും റൈറ്റേഴ്സ് ആണ് എന്ത് കാവലിയർ പോയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് അല്ലെ. ഫസ്റ്റ് ഹാഫ് ഓഫ് 17th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടായിരുന്നത് അല്ലെ. ആൻഡ് ദ റൈറ്റിംഗ് കൺസിഡേർഡ് മെറ്റാഫിസിക്കൽ സ്ട്രീംസ്. ഫസ്റ്റ് ഹാഫ് ഓഫ് 17th സെഞ്ച്വറിയിലാണ് എന്ത് കാവലിയർ പോയറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലെ. എന്താണ് അതിൽ മെയിൻ ആയിട്ടുണ്ടാകുന്നത്, റൈറ്റിംഗ്സ് കൺസിഡേർഡ് മെറ്റാഫിസിക്കൽ സ്ട്രീമും, മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള സ്ട്രീമുകളായിരുന്നു എന്ത് കാവലിയർ പോയറ്റ്സിലെ റൈറ്റേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലെ. 17th സെഞ്ച്വറിയുടെ പകുതി മുതലാണ് എന്ത് കാവലിയർ പോയറ്റ്സ് വന്നു തുടങ്ങിയത് അല്ലെ. പോയറ്റ്സ് വേർ പാർട്ട് ഓഫ് കോർട്ട് ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്. എന്താണ് ഈ ഒരു കാവലിയർ പോയറ്റ്സ് എന്ന് പറഞ്ഞത് എന്താണ്, കോർട്ട് ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്. കിങ് ചാൾസ് ഫസ്റ്റിലെ കോർട്ടിലെ എന്താ ഒരു പാർട്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആര്, കാവലിയർ പോയറ്റ്സ് അല്ലേ. ഫസ്റ്റ് ഇറ്റ് ലാക്ക്ഡ് ഏർജൻസി ആൻഡ് സ്ട്രഗിൾ. എന്താ സ്ട്രഗിൾസ് എന്നല്ലേ. കാവലിയർ പോയറ്റ്സിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, അവർക്ക് എന്താണ് ഏർജൻസിയും സ്ട്രഗിൾസും ഒക്കെ എന്താണ് അവരുടെ പോയംസിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. ഇറ്റ് ലാക്ക്ഡ് urgency and struggle.
They followed the cultural path of King Charles. എന്താണ് അവരെന്താണ് കവലിയർ പോയിറ്റ്സ് എന്താണ് കിങ് ചാൾസിന്റെ കൾച്ചറൽ പാത്ത് ഫോളോ ചെയ്തിരുന്ന റൈറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് ആയിരുന്നു കവലിയർ പോയറ്റ്സ് അല്ലേ. They were simpler in their expression. എന്താണ് അവരുടെ ആ ഒരു എക്സ്പ്രഷനിൽ അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ എന്താണ് കവലിയർ പോയിറ്റ്സ് വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. They linked with royalist. എന്താണ് അവർ എന്നിരുന്നാലും എന്താണ് അവർ റോയലിസ്റ്റുമായിട്ട് എന്താണ് ലിങ്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് പോയറ്റ്സുകളായിരുന്നു ആര് കവലിയർ പോയറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ്. Their ഗൈഡിങ് സ്പിരിറ്റ് വാസ് ബെൻ ജോൺസൺ. എന്താണ് കവലിയർ പോയറ്റ്സിന്റെ ഗൈഡിങ് സ്പിരിറ്റ് ആരായിരുന്നു ബെൻ ജോൺസൺ ആയിരുന്നു അല്ലേ. ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് ബെൻ ജോൺസൺ. അദ്ദേഹമായിരുന്നു എന്ത് കവലിയർ പോയറ്റ്സിന്റെ ഗൈഡിങ് സ്പിരിറ്റ് എന്ന് പറഞ്ഞത്. ദേ ചൂസ് ലിറിസിസം. എന്താണ് കവലിയർ പോയറ്റ്സ് ചൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു ലിറിസിസം ആയിരുന്നു അല്ലെ. വരികൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിരുന്നത്. അപ്പൊ എന്താണ് ദേ ചൂസ് ലിറിസിസം. They were known for their light-hearted, elegant and witty. എന്താണ് they were known for their light-hearted, elegant and witty. അവരെ എന്താണ് അവരുടെ ആ ഒരു ലൈറ്റ് ഹേർട്ടഡിലും അതേപോലെ എലഗന്റ് ആയിട്ടുള്ള ബിഹേവിയറിൽ വിറ്റി ആയിട്ടുള്ള റൈറ്റിംഗ്സിലൊക്കെ എന്താണ് അവർ വളരെയധികം പ്രശസ്തി അറിയപ്പെട്ടിരുന്നു അല്ലെ. They were known for their light-hearted, എലഗന്റ് ആൻഡ് വിറ്റി അല്ലെ. ഇതിലൊക്കെ എന്താണ് അവര് നന്നായിട്ട് അറിയപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു ആര് കവലിയർ പോയറ്റ്സ് അല്ലെ. ദർ സ്റ്റൈൽ കോൺട്രാസ്റ്റ് വിത്ത് സീരിയസ് ടോൺ. എന്താണ് കവലിയർ പോയറ്റ്സിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് എന്തായിരുന്നു കോൺട്രാസ്റ്റ് ചെയ്തിരുന്നത് എന്തായിരുന്നു സീരിയസ് ആയിട്ടുള്ള ടോൺ. അവരുടെ പോയം അല്ലെങ്കിൽ ഈ കവലിയർ പോയറ്റ്സിന്റെ പോയം എന്ന് പറയുന്നത് എന്താണ് സീരിയസ് ഇൻ ടോൺ എന്താണ് സീരിയസ് ആയിരുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് കവലിയർ പോയറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് മെറ്റാഫിസിക്കൽ പോയറ്റ് അല്ലെ. മെറ്റാഫിസിക്കൽ പോയട്രി എന്താണെന്ന് നമ്മൾ നോക്കി. മെയിൻ തീം ലവ് ആണ്. 17th സെഞ്ചുറിയിലുള്ള പോയട്രികളാണ് എന്ത് മെറ്റാഫിസിക്കൽ പോയട്രി. മെറ്റഫർ, പാരഡോക്സ്, കോംപ്ലക്സ് ഇമേജ് ഓഫ് എക്സ്പ്ലോർ, ലവ് ആൻഡ് റിലീജിയൻ ഒക്കെ എന്താണ് ഇതിലുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ ഇനി എന്താണ് മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷു, ഹെൻറി വോഗൻ, ആൻഡ്രൂ മാർവൽ ആർ മെറ്റാഫിസിക്കൽ പോയറ്റ്. ആരൊക്കെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്? ജോൺ ഡൺ, ജോർജ് ഹെർബർട്ട്, റിച്ചാർഡ് ക്രാഷു, ഹെൻറി വോഗൻ, ആൻഡ്രൂ മാർവൽ ആർ ദി മെറ്റാഫിസിക്കൽ പോയറ്റ്സ് അല്ലെ. ഇത്രയും റൈറ്റേഴ്സ് ആണ് എന്ത് മെറ്റാഫിസിക്കൽ പോയറ്റില് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് എഴുതിയിരുന്ന പോയറ്റ്സുകളായിരുന്നു ഇവരൊക്കെ അല്ലെ. റോട്ട് ഇൻ 17th സെഞ്ചുറി. അവരെന്താണ് 17ാം നൂറ്റാണ്ടിൽ ആ ഒരു കാലഘട്ടത്തിലാണ് അവരെന്ത് മെറ്റാഫിസിക്കൽ പോയംസ് എഴുതിയിരുന്നത് അല്ലെ. റൈറ്റിംഗ് വാസ് നോട്ട് സ്പോണ്ടേനിയസ്. ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയറ്റുകൾ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറഞ്ഞത് എന്താണ് അതിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞ അവരുടെ എഴുത്ത് എന്ന് പറഞ്ഞത് എന്താണ് നോട്ട് സ്പോണ്ടേനിയസ്. അതായത് സ്പോണ്ടേനിയസ് ആയിരുന്നില്ല അല്ലെ. അസോസിയേറ്റ് പോയട്രി വിത്ത് സ്ട്രീംസ്, ദ സ്പ്രിംഗ് സീസൺ, എക്സ്പെൻസ് ഓഫ് ഫീൽഡ്, ഓപ്പൺ സ്കൈ ആൻഡ് ദ ബേർഡ് ചീപ്പിംഗ് ഇൻ ഡെൻസ് ഫോറസ്റ്റ്. ഇതൊക്കെ ആയിരുന്നു എന്താണ് അവരുടെ പോയട്രിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അല്ലെ. എന്തൊക്കെയാണ് സ്ട്രീംസ് അരുവികൾ, സ്പ്രിംഗ് സീസൺ, പിന്നെ എക്സ്പെൻസ് ഓഫ് ഫീൽഡിന്റെ എക്സ്പാൻസസുകൾ, പിന്നെ എന്താണ് ഓപ്പൺ സ്കൈ, പിന്നെ എന്താണ് ഡെൻസ് ഫോറസ്റ്റിൽ ഒരു ബേർഡ്സ് ഇരുന്ന് ചെറുപ്പ് ചെയ്യുന്നത്. അതൊക്കെ ആയിരുന്നു എന്താണ് അവരുടെ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അല്ലെ. ദേ എൻഗേജ്ഡ് വിത്ത് ഐഡിയാസ്, വിറ്റ്, വേർഡ് പ്ലേ ആൻഡ് ദ യൂഷ്വൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എന്താണ് ദേ എൻഗേജ് അവർ ഐഡിയാസുകൾ, വിറ്റ്, വേർഡ് പ്ലേ, പിന്നെ എന്താണ് ഹ്യൂമൻ ബിഹേവിയറിലുള്ള മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊക്കെയായിരുന്നു അവർ മെയിൻ ആയിട്ട് അവരുടെ പോയട്രി എൻഗേജ് ചെയ്തിരുന്നത് അല്ലെ. ദേ എൻഗേജ്ഡ് വിത്ത് ഐഡിയാസ്, വിറ്റ്, വേർഡ് പ്ലേ ആൻഡ് ദ അൺയൂഷ്വൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. യൂസ് സിംബൽസ്, മെറ്റഫോർ ആൻഡ് ഇമേജസ്. എന്താണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്? സിംബൽസ്, മെറ്റഫോർ, ഇമേജ്. ഇവയൊക്കെ എന്താണ് അവരുടെ ആ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിൽ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. സിംബൽസ്, മെറ്റഫോർ, ഇമേജുകളൊക്കെ അല്ലെ. എന്താണ് മെറ്റാഫിസിക്കൽ പോയറ്റ് ബ്ലെൻഡഡ് ഷാർപ്പ് ഇന്റലക്ട് വിത്ത് ഡീപ്പ് ഇമോഷൻസ്. എന്താണ് അവര് ആ ഒരു ഇന്റലക്ട്, ഷാർപ്പായിട്ടുള്ള
എന്താണ് അവർ ഡീപ്പ് ഇമോഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടല്ലേ അവരുടെ ആ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ആ ഒരു ഇൻ്റലക്റ്റ് കഴിവുകളെ എന്താണ് ഡീപ്പ് ഇമോഷനുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു എന്താണ് മെറ്റാഫിസിക്കൽ പോയട്രീസ് എഴുതിയിരുന്നത് അല്ലേ. ഡണ്ണിൻ്റെ ദ ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയാണ് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എന്താ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി കേട്ടോ. മെറ്റാഫിസിക്കൽ പോയട്രിക്ക് എക്സാമ്പിൾ എന്താണ് ജോൺ ഡണ്ണിൻ്റെ ദ ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം. അതെന്താണ് ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ജോൺ ഡണ്ണിൻ്റെ ബയോഗ്രഫിക്കൽ സ്കെച്ച് അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ ആയിട്ട് കാര്യങ്ങളാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ജോൺ ഡൺ വാസ് ബോൺ ഇൻ 1572 ഇൻ ലണ്ടൻ. ലണ്ടനിൽ 1572 ആര് ജനിച്ചിരുന്നത് ജോൺ ഡൺ അല്ലേ. ഇൻ ബ്രെഡ് സ്ട്രീറ്റ് ലണ്ടൻ ടു പാരന്റ് ഹൂ ഹാഡ് ഫെയ്ത്ത് ഇൻ റോമൻ കാത്തലിസിസം. എന്താണ് ജോൺ ഡണ്ണിൻ്റെ പാരൻസിന് എന്താണ് റോമൻ കാത്തലിസിസത്തിൽ ബിലീവ് ചെയ്തിരുന്ന പാരൻസ് ആയിരുന്നു അല്ലേ. ലണ്ടനിലാണ് ജനിച്ചിരുന്നത്. ഫാദർ ആയിരുന്നു ആരായിരുന്നു ജോൺ. ജോൺ ഡണ്ണിന്റെ ഫാദറിന്റെ പേരാണ് ജോൺ. ഹി വാസ് എൻ അയൺ മോർഗർ. എന്താണ് അയൺ മോർഗർ ആയിരുന്നു ആര് ഫാദർ അല്ലേ. അദ്ദേഹമാണ് ആ ഒരു വലിയൊരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു അല്ലേ. ബ്രെഡ് വിന്നർ ആയിരുന്നു ആര് ജോൺ. അദ്ദേഹം ആരായിരുന്നു അയൺ മോർഗർ ആയിരുന്നു ജോൺ ഡണ്ണിന്റെ ഫാദർ ആയിട്ടുള്ള ജോൺ. മദർ ആരാണ് എലിസബത്ത്. ജോൺ ഡണ്ണിന്റെ അമ്മയുടെ പേരാണ് എന്ത് എലിസബത്ത്. ഷീ ഈസ് ഫ്രം ദ ഫാമിലി ഓഫ് തിങ്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ്. തിങ്കേഴ്സിന്റെയും റൈറ്റേഴ്സിന്റെയും ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആളാണ് ജോൺ ഡണ്ണിന്റെ അമ്മയായ ആര് എലിസബത്ത് അല്ലെ. ഹിസ് മദർ വാസ് എ നൈസ് ഓഫ് സർ തോമസ് മൂർ. സർ തോമസ് മൂറിന്റെ നൈസ് ആയിരുന്നു ആര് ജോൺ ഡണ്ണിന്റെ അമ്മയായ എലിസബത്ത് അല്ലെ. ഹി വാസ് മാൻ ഓഫ് ക്യൂരിയോസിറ്റി. എന്താണ് ജോൺ ഡൺ എന്താണ് ഹി വാസ് എ മാൻ ഓഫ് ക്യൂരിയോസിറ്റി ഇൻ മാറ്റർ ഓഫ് മൈൻഡ് ആൻഡ് സോൾ. മൈൻഡിൻ്റെയും സോളിൻ്റെയും കാര്യത്തിൽ എന്താണ് വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരാളായിരുന്നു ആര് ജോൺ ഡൺ അല്ലേ. ഇൻ 1570 to 1580 1572 മുതൽ 81 വരെ എന്താണ് അദ്ദേഹത്തിന് എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അതേപോലെ 3 സിസ്റ്റേഴ്സിനെയും നഷ്ടപ്പെട്ടു അല്ലെ. അച്ഛനും 3 സിസ്റ്റേഴ്സും മരിച്ചു. അവനാ ജനിച്ച് ഒരു 88 വരെ അല്ലെ. 72 ജനിച്ചത്. അപ്പൊ 72 മുതൽ 81 ആ ഒരു കാലഘട്ടത്തിൽ 9 വർഷത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ അച്ഛനെയും അതേപോലെ 3 സിസ്റ്റേഴ്സിനെയും എന്താ നഷ്ടമായി അല്ലേ. ഹിസ് മദർ എഗെയിൻ മാരീഡ് ടു ഡോക്ടർ ജോൺ സിംജൻ. എന്താണ് അദ്ദേഹത്തിന്റെ മരണശേഷം എന്താണ് അവന്റെ അമ്മ അതായത് ജോൺ ഡണ്ണിന്റെ അമ്മ വേറൊരാളെ മാരി ചെയ്തു അല്ലെ. ഇൻ 1584 എന്താണ് 12 വയസ്സായിരുന്നു 1584 ജോൺ ഡണ്ണിന്. അപ്പൊ എന്താണ് ഹി ഡിഡ് മെട്രിക്കുലേഷൻ ഫ്രം ഹാർട്ട് ഹാൾ. എന്താണ് ഹാർട്ട് ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ എന്താണ് മെട്രിക്കുലേഷൻ പഠിച്ചു അല്ലെ ആര് ജോൺ ഡൺ 1584 1588 ഹി സ്റ്റഡിഡ് അറ്റ് കാംബ്രിഡ്ജ്. 1588 എന്താണ് അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു അല്ലെ. ഇൻ 1601 ഹി സീക്രട്ട്ലി മാരീഡ് ആൻ മോർ. ഹി വാസ് ഇംപ്രിസൺഡ്. എന്താണ് 1601 എന്താണ് അദ്ദേഹം സീക്രട്ട് ആയിട്ട് ആൻ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയെ വിവാഹം കഴിച്ചു അല്ലേ. അതെന്താണ് 1601 സീക്രട്ട് ആയിട്ട് മാരി ചെയ്തു. 1601 ഈഗർടണിൽ വെച്ചിട്ട് അദ്ദേഹം അത് റിവീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി. ആൻഡ് വാസ് ഇംപ്രിസൺഡ് ആസ് വെൽ ആസ് ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. ലേറ്റർ ഇൻ ദ ഇയർ ദ കോർട്ട് ഓഫ് ഓഡിയൻസ് upheld his marriage അല്ലേ. then this he was followed by his moving to Surrey അല്ലേ. അപ്പോൾ ഈ ഒരു സീക്രട്ടായിട്ട് മാരേജ് ചെയ്തപ്പോൾ എന്താണ് ആ ഒരു സർവീസിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസിനെ ഡിസ്മിസ് ചെയ്തു എന്നുള്ള പേരിൽ അദ്ദേഹത്തെ ഇംപ്രിസൺ ചെയ്തു, ജയിലിൽ ഇട്ടു അല്ലേ. 1603 to 1670 അതായത് 1601 മാരേജ് ചെയ്തു. പിന്നെ 1603 അതായത് 1603 മുതൽ 1617 വരെ എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം 10 കുട്ടികളുടെ അച്ഛനായി അല്ലെ. ഹി ബിക്കം ദ ഫാദർ ഓഫ് 10 ചിൽഡ്രൻ അല്ലെ. 3 ചിൽഡ്രൻ വാസ് ഡൈഡ്. എന്താണ് 3 കുട്ടികൾ അതിൽ മരിക്കുകയുണ്ടായി അല്ലെ. അതുകൊണ്ട് എന്താണ് ഇറ്റ് ഈസ് ദ ഡൺസ് കൺസേൺ ഫോർ ഡെത്ത്. എന്താണ് ഈ ഒരു കാരണമാണ് അദ്ദേഹത്തിന്റെ കവിതകളിലൊക്കെ ഡെത്തിനെ പറ്റിയും ലവിനെ പറ്റിയൊക്കെ പറയുന്നത് അല്ലെ.
The last child, the daughter, was born in 1615. 1617, his wife gave birth to another stillborn child on August 10 and died 5 days later. അപ്പം എന്താണ് വൈഫ് മരിച്ചു അല്ലേ, ബോൺ ചൈൽഡ്, ഒരു കുട്ടി മരിച്ചു അല്ലേ. In this span of 3 children also died. This was the addition to his losing 2 sisters and his father. 3 സിസ്റ്റേഴ്സിനും അച്ഛനെ നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ എന്താണ് കുട്ടികളെ നഷ്ടമായി അല്ലേ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡൺസ് കൺസേൺ ഫോർ ഡെത്ത് പെയിൻ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെത്തിനുള്ള അദ്ദേഹത്തിൻ്റെ കൺസേണും പെയിനും ഒക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഹി ഫെൽറ്റ് എ ഡീപ്പ് ലിങ്ക് ബിറ്റ്വീൻ ഡെത്ത് ആൻഡ് ഹിസ് സെൻസിബിലിറ്റി. എന്താണ് അദ്ദേഹത്തിന് ആ ഒരു ഡെത്തിനും സെൻസിബിലിറ്റിക്കും ഒരു ഡീപ്പ് ലിങ്ക് നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും അല്ലേ. ഇത്രയാണ് ജസ്റ്റ് ഒരു ബയോഗ്രഫിക്കൽ അക്കൗണ്ട് എന്നുള്ള രീതിയിൽ ജോൺ ഡണ്ണിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ്, ഡൺസ് ലിറ്റററി സെൻസിബിലിറ്റി ആൻഡ് സ്പിരിച്വൽ എൻഗേജ്മെൻറ്റ്. ഡണ്ണിൻ്റെ ലിറ്റററി സെൻസിബിലിറ്റിയും അതേപോലെ സ്പിരിച്വൽ എൻഗേജ്മെൻറ്റിനെ പറ്റിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 1601 ഹി എൻറ്റേർഡ് പാർലമെൻറ്റ് ആസ് MP ഫോർ ബ്രാക്ലി. എന്താണ് ബ്രാക്ലിക്ക് വേണ്ടിയിട്ട് പാർലമെൻറ്റിലേക്ക് എൻ്റർ ചെയ്തു. എങ്ങനെ? ആസ് MP, ഒരു മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ട് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് എൻ്റർ ചെയ്തു അല്ലേ 1601. 1606 1606 എന്താണ് ഹി ഷിഫ്റ്റഡ് ബാക്ക് ഫ്രം സറേ ടു ഇംഗ്ലണ്ട് ആൻഡ് അസിസ്റ്റഡ് തോമസ് മോർട്ടൺ. എന്താണ് അദ്ദേഹം എന്താണ് സറയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ഷിഫ്റ്റഡ് ബാക്ക് ഫ്രം സറേ ടു ഇംഗ്ലണ്ട് ആൻഡ് അസിസ്റ്റഡ് തോമസ് മോർട്ടൺ. തോമസ് മോർട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് അയാളെ നിയമിക്കപ്പെട്ടു അല്ലേ, അസിസ്റ്റഡ് തോമസ് മോർട്ടൺ. 1610 1610 ഹി ഏൺഡ് ഹൊണോററി MA ഫ്രം ഓക്സ്ഫോർഡ്. എന്താണ് 1610 ഡൺ എന്താണ് ഹൊണോററി MA, അതായത് ഹൊണോററി MA ഓക്സ്ഫോർഡിൽ നിന്നൊരു MA അദ്ദേഹം ഏൺ ചെയ്തെടുത്തു, നേടിയെടുത്തു അല്ലേ. പോയറ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ റൈറ്റിംഗ് ബിഗാൻ. ആ ഒരു കാലഘട്ടത്തിൽ അവിടെ വെച്ചാണ് എന്താ അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള റൈറ്റിംഗ് തുടങ്ങിയത് അല്ല. അദ്ദേഹം പോയമും ഇൻ്റലക്ച്വൽ റൈറ്റിങ്സും ഒക്കെ എഴുതാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്, ഓക്സ്ഫോർഡിൽ നിന്ന് നിന്നിരുന്ന ആ ഒരു സമയത്താണ് അല്ലേ. 1615 1615 എന്താണ് അദ്ദേഹം പ്രീസ്റ്റ് അറ്റ് സെൻറ്റ് പോൾസ് കത്തീഡ്രലായിട്ട് വർക്ക് ചെയ്യില്ല. സെൻറ്റ് പോളിൻ്റെ കത്തീഡ്രലിൽ പ്രീസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം 1615 അല്ലേ. He is famous for his sonnet, love poems, religious poems, Latin translation, elegies, satires and sermons അല്ലേ. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ സൊണറ്റ്, ലവ് പോയംസ്, റിലീജിയസ് പോയംസ്, അതേപോലെ ലാറ്റിൻ ട്രാൻസ്ലേഷൻ, എലജീസ്, സറ്റയർസ്, സെർമൺസ്, ഇതിലൊക്കെ എന്താണ് അദ്ദേഹം എന്താണ് ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആര്? ജോൺ ഡൺ അല്ലേ. ജോൺ ഡണ്ണിൻ്റെ കുറച്ച് വർക്ക്സ് നമുക്ക് നോക്കാം കേട്ടോ. സം ഓഫ് ദീസ് വേർ The Expiration, Pseudo Martyr, Ignatius his Conclaves, and Anatomy of the World, the first and second anniversaries, Break of Day, and Elegy upon Prince Henry. എന്താണ് ഇത്രയും എന്താണ് all these were published in his lifetime. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റൈറ്റിങ്സിൽ പെട്ടതാണ് കേട്ടോ. ഇതൊക്കെ ആ ഒരു റൈറ്റിങ്സിൻ്റെ പേരുകളാണ്. ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് ടൈമിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞ ബുക്കുകൾ അല്ലേ. He played a role in റിലീജിയസ് ആൻഡ് അക്കാദമിക് സർക്കിൾ. അദ്ദേഹം എന്താണ് മതപരമായിട്ടും പിന്നെ അതേപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ലൊരു റോള് വഹിച്ചിരുന്ന ഒരാളാണ് ആര്? ജോൺ ഡൺ അല്ലേ. ഹി പ്ലേഡ് എ റോൾ ഇൻ റിലീജിയസ് ആൻഡ് അക്കാദമിക് സർക്കിൾ. റിലീജിയസും അക്കാദമിക് സർക്കിളിലും അദ്ദേഹം നല്ലൊരു റോള് പ്ലേ ചെയ്തിരുന്നു അല്ലേ. ഹി ക്വസ്റ്റ്യൻസ് സോഷ്യോ കൾച്ചറൽ എക്സിസ്റ്റൻസ്. അദ്ദേഹം എന്താണ് സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസിനെ എന്താണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലേ. ഹി വാസ് കണ്ടംപററി ഓഫ് ക്രിസ്റ്റഫർ മാർലോ ആൻഡ് ഷേക്സ്പിയർ. ഹി വാസ് കണ്ടംപററി എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അല്ലേ. ഷേക്സ്പിയറും മാർലോ ഒക്കെ എന്താണ് ക്രിസ്റ്റഫർ മാർലോയും ഷേക്സ്പിയറിൻ്റെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളാണ് ആര്? ആ ഒരു കാലഘട്ടത്തിൽ സെയിം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ആര്?
ജോൺ ഡൺ അല്ലെ. ജോൺ ഡൺ വാസ് കണ്ടംപററി ഓഫ് ക്രിസ്റ്റഫർ മാർലോ ആൻഡ് ഷേക്സ്പിയർ അല്ലെ. ഹി മൂവ്ഡ് ഇൻ ദ കോർട്ട്ലി സർക്കിൾ. അദ്ദേഹം എന്താണ് കോർട്ട്ലി സർക്കിളിൽ പെട്ടിരുന്ന ഒരാളാണ് ആര്? ജോൺ ഡൺ അല്ലെ. കോർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ് ആര്? ജോൺ ഡൺ. ഹി ട്രാവൽഡ് ഡിഫറെന്റ് കൺട്രീസ് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്തിരുന്നു ആര്? ജോൺ ഡൺ അല്ലെ. ഹി ഇമ്മേഴ്സ്ഡ് ഇൻ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ് ഓഫ് ഹ്യൂമൻ എൻഗേജ്മെന്റ്. ഹ്യൂമൻ എൻഗേജ്മെന്റിന്റെ സൈക്കോളജിക്കലും അതേപോലെ സ്പിരിച്വലുമായിട്ടുള്ള പ്രോസസ്സിൽ എന്താണ് അദ്ദേഹം ഇമ്മേഴ്സ്ഡ് ആയിരുന്നു അല്ലെ. ഹി ഇമ്മേഴ്സ്ഡ് ഇൻ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പ്രോസസ് ഓഫ് ഹ്യൂമൻ എൻഗേജ്മെന്റ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് എന്താ അദ്ദേഹത്തിന്റെ സ്പിരിച്വലും ലിറ്റററി സെൻസിബിലിറ്റി ആയിട്ട് കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഡൺ ഇൻ ഹിസ് ഓൺ ടൈം ആൻഡ് അവേഴ്സ് ഡൺ അല്ലെ. നമ്മളെ കാലഘട്ടത്തിലും അതേപോലെ ഡണ്ണിന്റെ കാലഘട്ടത്തിലുള്ള ജോൺ ഡണ്ണിനെ പറ്റിയാണ് നമുക്ക് ഇനി പറയുന്നത്. ലാസ്റ്റ് പോർഷൻ ആണ് ഈ ഒരു യൂണിറ്റിലെ. ഹിസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അപ്ഹീവൽ. സാമൂഹികപരമായിട്ടും അതേപോലെ രാഷ്ട്രീയപരമായിട്ടും അപ്ഹീവൽസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ത്? അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ദിസ് വേൾഡ് സിറ്റുവേറ്റഡ് എ സെൻസ് ഓഫ് അൺസർട്ടനിറ്റി, അപ്രഹെൻഷൻ ആൻഡ് ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി. ആ ഒരു വേൾഡ്, അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? സിറ്റുവേറ്റഡ് ദ സെൻസ് ഓഫ് അൺസർട്ടനിറ്റിയുടെ, അപ്രഹെൻഷന്റെ, ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റിയുടെ ഒക്കെ ഒരു സെൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ത്? ഡണ്ണിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. ഏജ് ഓഫ് റീസൺ എന്താണ്? ഏജ് ഓഫ് റീസൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ. ഏജ് ഓഫ് റീസൺ, ലോജിക് ആൻഡ് സയന്റിഫിക് തോട്ട്. സയന്റിഫിക് ആയിട്ടുള്ള തോട്ടിന്റെയും ലോജിക്കിന്റെയും റീസൺസിന്റെ ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു എന്ത്? ഡണ്ണിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത് അല്ലെ. പിന്നെന്താണ് നമ്മളുടെ കാലഘട്ടം? അതായത് 20th സെഞ്ചുറി എന്ന് പറയുന്നത് എന്താണ്? 20th സെഞ്ചുറി ഈസ് എ സർഫസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് അവയർനെസ്. 20th സെഞ്ചുറിയിൽ എന്താണ്? ഒരു ഇക്വാലിറ്റി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അല്ലെ. സർഫസ് ഓഫ് ഇക്വാലിറ്റിയുടെ എന്താണ്? സർഫസിലായിരുന്നു എന്ത്? 20th സെഞ്ചുറി എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടായിരുന്നു എന്ത്? നമ്മളുടെ കാലഘട്ടം, അതായത് 20th സെഞ്ചുറി അല്ലേ. ഡെത്ത് ഹോണ്ടഡ് ഡൺ ഇൻ എ മേജർ പോർഷൻ ഓഫ് ഹിസ് ലൈഫ്. എന്താണ്? അദ്ദേഹത്തിന്റെ മുക്കാൽ ഭാഗം, മേജർ പോർഷൻ, ഒട്ടുമിക്ക പോർഷൻ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഡെത്ത്, മരണമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം, ജീവിതമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ജോൺ ഡണ്ണിലെ. അച്ഛൻ മരിച്ചു, സിസ്റ്റേഴ്സ് മരിച്ചു, ചിൽഡ്രൻ മരിച്ചു അല്ലെ. കുറെ 2-3 മക്കൾ മരിച്ചു. അപ്പൊ എന്താണ്? ഡെത്ത് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ റൈറ്റിംഗ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ. ഡെത്ത് ഹോണ്ടഡ് ഡൺ ഇൻ എ മേജർ പോർഷൻ ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു പോർഷൻ ഹോണ്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഡെത്ത് എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ദ 20th സെഞ്ചുറി. എന്താണ്? 20ാം നൂറ്റാണ്ടിലെ ക്രൂഷ്യൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് എന്ത്? ഡെത്ത് എന്ന് പറയുന്നത് അല്ലെ. 20th സെഞ്ചുറി സോ എ ഗ്രാൻഡ് റിവൈവൽ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. എന്താണ്? 20ാം നൂറ്റാണ്ടിൽ, അതായത് 20th സെഞ്ചുറിയിൽ എന്താണ്? സോ എ ഗ്രാൻഡ് റിവൈവൽ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി. മെറ്റാഫിസിക്കൽ പോയട്രിന്റെ വലിയ നല്ലൊരു റിവൈവൽ നമുക്ക് 20th സെഞ്ചുറിയിൽ കാണാൻ സാധിക്കും അല്ലെ. ജോൺ ഡൺ വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെറ്റാഫിസിക്കൽ പോയട്രി. എന്താണ്? ഈ മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്ന പേരെന്താണ്? ജോൺ ഡൺ അല്ലെ. അപ്പൊ എന്താണ്? ജോൺ ഡൺ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ജോൺ ഡൺ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ 3rd യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡണ്ണിൻ്റെ തന്നെ ഒരു 2 റൈറ്റിങ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പോയം